ഹലോ എവ്രി വൺ. ഇന്ന് ചക്കക്കുരു വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്ക സീസണല്ലേ, അപ്പോൾ ഇഷ്ടം പോലെ ചക്കക്കുരു ഉണ്ട്. അപ്പോൾ ചക്കക്കുരു പൗഡർ ചെയ്യാൻ, കോഫി പൗഡർ ഉണ്ടാക്കാൻ, ചക്കക്കുരു തോരൻ പടവലങ്ങ വെച്ചിട്ട്, പിന്നെ ചക്കക്കുരുവും വെള്ളരിക്കയും മാങ്ങയും കൂടെ കറി ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ ചക്കക്കുരുവാണ്. വെള്ളരിക്ക വിഷുവിൻ്റെ വെള്ളരിക്ക, പടവലങ്ങയും വിഷുവിൻ്റെ പടവലങ്ങ. ഇപ്പോൾ സന്ധ്യ വന്ന് ചക്കക്കുരു നേരെയാക്കുന്നുണ്ട്, ഞാനും നേരെയാക്കുന്നുണ്ട്. ഇത് കോഫി ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ നേരാക്കിക്കൊണ്ടിരിക്കുന്നത്. സന്ധ്യ നമുക്ക് കൂട്ടാനും ഉപ്പേരിക്കും അതുപോലെ പൊടിക്കാനുമായിട്ട് നേരാക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ വെയിലത്ത് വെക്കാനായിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂട്ടാൻ വെക്കാനായിട്ട് വെള്ളരിക്കയും മാങ്ങയും കട്ട് ചെയ്തു. ഇപ്പോൾ പ്രഷർ കുക്ക് ചെയ്യാണ്. രണ്ടും ഇത് ഉപ്പേരിക്കുള്ളത് ഉപ്പിട്ട് വെക്കുന്നു. ഇതിൻ്റെ മുകളിൽ തന്നെ കൂട്ടാൻ വട്ടത്തിലിങ്ങനെ അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ വെച്ച് രണ്ടും പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുകയാണ് ഒറ്റ സമയം തന്നെ. ഇപ്പോൾ 2 വിസിലിനാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതങ്ങനെ പ്രഷർ കുക്ക് ആവട്ടെ. ഇനി ഞാൻ കാപ്പി ഉണ്ടാക്കാനായിട്ട്, കാപ്പി പൗഡർ ഉണ്ടാക്കാനായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാണ്. പിന്നെ വെള്ളരിക്കയും മാങ്ങയും കൂടിയിട്ട് കറി ഉണ്ടാക്കാൻ ചക്കക്കുരും പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പ്, വെള്ളം ചേർത്ത് നമുക്കിത് വേവിച്ച് തുടങ്ങാം. സൈഡ് ബൈ സൈഡ് എൻ്റെ കോഫി പൗഡറിനുള്ള ചക്കക്കുരു വറുക്കൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മാങ്ങ സമ്മന്തി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. പാകത്തിനുള്ള ചുവന്ന മുളകും അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രത്യേകതരം മാങ്ങ സമ്മന്തിയാണ്. ഇത് നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇവിടെ പ്രഷർ കുക്ക് അപ്പിലേക്കും നമ്മുടെ കറിക്കുള്ളതുമായിട്ടുണ്ട്, ഉപ്പേരിക്കുള്ളതുമായിട്ടുണ്ട്. ഇപ്പോൾ കറിക്കുള്ളതാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതിപ്പോൾ വട്ടത്തിലരിഞ്ഞതാണ്. ഇവിടെ നമ്മുടെ കാപ്പിയുടെ വറുത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇനി കറിക്ക് ഇത് അരച്ചെടുത്തു. നാളികേരം, ജീരകം, ഒരു 2 ഉള്ളി, പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചതാണ്. അരപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കറി റെഡിയായി. ഇനി നമുക്കതിന് താളിച്ചിട്ടാൽ മതി. അപ്പോഴത്തേനും ചോറ് ഞാൻ നമ്മുടെ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടാൻ കടുകും താളിച്ചു കഴിഞ്ഞു. അപ്പോൾ കൂട്ടാൻ്റെ പണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് ഗാർലിക്കും ചേർത്തിട്ടാണ് വഴറ്റി കൊടുക്കുന്നത്. കരിവേപ്പിലയും ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത നമ്മുടെ ചക്കക്കുരും പിന്നെ പടവലങ്ങ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത്, പാകത്തിന് ഉപ്പ്, നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വേവിക്കാം. പടവലങ്ങയും വേഗം വെന്തു വരുമല്ലോ. പിന്നെ പടവലങ്ങയിൽ നിന്ന് വെള്ളവും ഇറങ്ങും. അപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ഇപ്പോൾ മാങ്ങ സമ്മന്തിക്ക് ഇപ്പോൾ വഴറ്റിയ ചെറിയ ഉള്ളിയും ചുവന്ന മുളകും ആഡ് ചെയ്തു. ഒരു പീസ് ഇഞ്ചി, നാളികേരം, ഉപ്പ് ഒന്ന് അരച്ച ശേഷം നമുക്ക് പിന്നെ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പുളിക്ക് വേണ്ട മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കരിവേപ്പിലയും ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ സമ്മന്തി റെഡിയായി. ഇപ്പോൾ കാപ്പി പൗഡർ ഉണ്ടാക്കാനുള്ള നമ്മുടെ ചക്കക്കുരു റെഡിയായി. പൊടിച്ചും വെച്ചു ഞാൻ. അപ്പോഴത്തേനും തോരൻ റെഡി ആയിട്ടുണ്ട്. നാളികേരം ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അടച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യാം. അങ്ങനെ ഉച്ചലത്തേക്കുള്ള പടവലങ്ങയും ചക്കക്കുരു തോരൻ റെഡി. അതുപോലെ മാങ്ങ സമ്മന്തി റെഡി. പിന്നെ പടവലങ്ങയും ചക്കക്കുരുവും നമ്മുടെ മാങ്ങയും കൂടിയിട്ടുള്ള കറിയും റെഡി. അപ്പോൾ ഉച്ചയൂണ് റെഡിയായി. അപ്പോൾ ഇന്ന് മുഴുവൻ ചക്കക്കുരു വെച്ചിട്ടുള്ള വിഭവങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ്.